നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെക്കുന്ന വെടിയെല്ലാം സ്വന്തം മൂട്ടിൽ കൊണ്ടാൽ എങ്ങനെയിരിക്കും? അതാണ് CPMന്റെ ഇപ്പോഴത്തെ അവസ്ഥ. സർക്കാരിനെ അടിച്ചിരുത്താൻ നല്ല ഒന്നാന്തരം വജ്രായുധം നോക്കി ഇരുന്ന് അങ്ങനെ രണ്ട് ആയുധങ്ങൾ കിട്ടി. ഒന്ന് വീര്യം കുറഞ്ഞ മദ്യത്തിലെ നികുതി ഇളവ്, മറ്റൊന്ന് PM ശ്രീ. അതിൽ PM ശ്രീയെ കുറിച്ച് എന്ത് വാക്ക് പറഞ്ഞാലും VD സതീശൻ അത് CPMനെ അടിച്ചിരുത്തുന്ന തരത്തിലേക്ക് കൊണ്ടെത്തിക്കും. അതുകൊണ്ട് PM ശ്രീയിൽ ഇപ്പോൾ മിണ്ടാൻ കഴിയില്ല. പിന്നെ ഉള്ളത് മദ്യ നയത്തിലെ ആ ഒരു ഇളവാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് ഇളവ് കൊടുത്തത്, നികുതി ഇളവ് കൊടുക്കാൻ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത് അത് VD സതീശന്റെ മാത്രം തീരുമാനമാണെന്നും ബെക്കാഡി കമ്പനിയുമായി കൈകോർത്ത് വലിയ അഴിമതിക്കാണ് കോപ്പ് കൂട്ടുന്നതെന്നും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി CPMകാർ ഇങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയമസഭയിലും പുറത്തുമൊക്കെയായിട്ട് വലിയ പ്രതിഷേധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുമായി VD സതീശൻ മുന്നോട്ട് പോകില്ല, ഞങ്ങൾ അനുവദിക്കില്ല എന്നൊക്കെ CPMന്റെ നേതാക്കളും വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. കേട്ടവാദി കേൾക്കാത്ത വാദി അന്തംകമ്മികളെല്ലാം ഇറങ്ങി കേരളം കത്തിക്കുന്ന പ്രതിഷേധത്തിലേക്കും എത്തിയിരിക്കുന്നു. എന്നാൽ അങ്ങനെ പ്രതിഷേധവുമായി രംഗത്തേക്കിറങ്ങിയ പ്രവർത്തകരുടെ പിന്നിൽ നിന്ന് കുത്തിയിരിക്കുകയാണ് കട്ടപ്പ ഗോവിന്ദൻ. കാരണം ഗോവിന്ദൻ എക്സൈസ് മന്ത്രിയായിട്ടിരുന്നപ്പോൾ ചില പണികളൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. ആ പണിയാണ് ഇപ്പോൾ CPMന് 8ന്റെ പണിയായിട്ട് തിരിച്ചു കിട്ടിയിരിക്കുന്നത്. അങ്ങനെ പുറത്തേക്കിറക്കിയ വജ്രായുധം വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ചത് CPMന്റെ തലയിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. അവരുടെ ഭരണകാലത്ത് മികച്ച പ്രവർത്തനമായിരുന്നു നടത്തിയത് എന്നുള്ളതിൻ്റെ വിശദാംശങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വെക്കുന്ന വെടിയെല്ലാം സ്വന്തം മൂട്ടിൽ കൊള്ളുന്ന അവസ്ഥ. ഇപ്പോൾ നേതാക്കളും ആവേശം കൊണ്ട് സമരത്തിനിറങ്ങി പുറപ്പെട്ട പ്രതിഷേധക്കാരുമെല്ലാം MV ഗോവിന്ദനെ നോക്കി പല്ലിറുമുകയാണ്. നിങ്ങൾ ഒരുത്തനാണ് ഞങ്ങളെ ഈ ഗതികേടിലേക്ക് എത്തിച്ചിരിക്കുന്നതെന്നും ഇനി ഞങ്ങൾ എന്തോരം ക്യാപ്സൂളുകൾ നിരത്തണം എന്നുമാണ് പ്രവർത്തകർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അന്തംകമ്മികളുടെ ഒരു അവസ്ഥ നോക്കണേ, അല്ലെങ്കിലും എപ്പോഴും പണിയാണ്. നേരത്തെ EDയുടെ നേർക്ക് പാഞ്ഞടുത്ത് ഇഷ്ടിക കൊണ്ട് എറിഞ്ഞും കാറ് തല്ലിപ്പൊളിച്ചുമൊക്കെ വലിയ പ്രതിഷേധവും കലാപവും നടത്തി അകത്ത് കിടക്കുന്ന കുറേ എണ്ണം. ഇതും ഇവരുടെ വാക്ക് കേട്ടുകൊണ്ടായിരുന്നു. ഇപ്പോൾ സതീശൻ സർക്കാരിനെതിരെ സമരത്തിന് പോയി അത് സ്വന്തം നെഞ്ചത്ത് റീത്ത് വെച്ചതിന് തുല്യമായ അവസ്ഥയിൽ പ്രവർത്തകർ എത്തിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി നിശ്ചയിച്ചത് സർക്കാരിനെതിരെ CPM വലിയ രാഷ്ട്രീയ ആയുധമാക്കാൻ ശ്രമിക്കുന്നതിനിടെ മുൻ എക്സൈസ് മന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയുമായ MV ഗോവിന്ദനെ നേരിട്ട് പ്രതിക്കൂട്ടിലാക്കുന്ന തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാനുള്ള ചട്ട ഭേദഗതി ആഗോള മദ്യ വ്യവസായ ഭീമനായ ബെക്കാഡി കമ്പനിയുടെ നേരിട്ടുള്ള ആവശ്യപ്രകാരമായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ഔദ്യോഗിക രേഖകളാണ് ഇപ്പോൾ പരസ്യമായിരിക്കുന്നത്. കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ് ഇതിനായി വിദേശ മദ്യ ചട്ടം ഭേദഗതി ചെയ്തതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ തന്നെ നിയമസഭയിൽ രേഖകൾ ഉദ്ധരിച്ച് വ്യക്തമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് MV ഗോവിന്ദൻ ഒപ്പിട്ട ഫയൽ നോട്ടുകളും കത്തും പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ കത്ത് നിയമസഭയിൽ ഉയർത്തിക്കാട്ടിയതോടെ CPMന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ പൂർണ്ണമായും പാളിപ്പോകുന്ന അവസ്ഥയായിരുന്നു. ഇന്നിപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലേക്ക് CPM എത്തിയിരിക്കുന്നത് നേതാക്കൾ MV ഗോവിന്ദനെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. പ്രവർത്തകരെ ഉൾപ്പെടെ പ്രതിഷേധത്തിന് വേണ്ടി രംഗത്തേക്കിറക്കുകയും സർക്കാരിനെതിരെ വലിയ സമരപരിപാടികൾ തുടങ്ങുന്നതിന് ആഹ്വാനം ചെയ്യുകയും ചെയ്ത ഗോവിന്ദൻ തന്നെയാണ് ബെക്കാഡി കമ്പനിയുമായിട്ട് ഡീലുണ്ടാക്കിയത് എന്നുള്ള വിവരം പുറത്തേക്ക് വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഇതോടുകൂടി അടപടലം അടിയേറ്റിരിക്കുകയാണ് സമരത്തിന് മുൻപന്തിയിൽ ചൂട്ടും കത്തിച്ച് നിന്നവരൊക്കെ. ഇയാളെയൊക്കെ എങ്ങനെ വിശ്വസിക്കുമെന്നാണ് ഇപ്പോൾ പ്രവർത്തകർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ വാക്കും കേട്ടുകൊണ്ട് എങ്ങനെ സമരത്തിന് ഞങ്ങൾ ഇറങ്ങി പുറപ്പെടും? അവസാനം അത് ഞങ്ങളുടെ നെഞ്ചത്തേക്ക് വയ്ക്കുന്ന വെടിയാകില്ല എന്ന് എന്താണ് ഉറപ്പെന്ന് പ്രവർത്തകർ കലി തുള്ളുമ്പോൾ ഗോവിന്ദൻ AKG സെന്ററിൽ കയറി വാതിലടച്ചു പൂട്ടിയിരിക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങുന്നത് പോലുമില്ല. ഇതും പോരാഞ്ഞ് ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനമൊക്കെ നടത്തിയ ആളാണ് MV ഗോവിന്ദൻ. ആ വാർത്താ സമ്മേളനത്തിൽ VD സതീശൻ വലിയ അഴിമതി നടത്തുന്നേ എന്ന് വെച്ചലക്കിയ ആളാണ്. അപ്പോൾ പോലും ബെക്കാഡിയുമായിട്ട് ചില ചർച്ചകൾ നടത്തിയ ഗോവിന്ദൻ ഇതെല്ലാം അങ്ങ് മുക്കുകയായിരുന്നു. ഒന്നും പുറത്തേക്ക് വരില്ല എന്നായിരുന്നു കൂറ്റനാട് ഗോവിന്ദൻ കരുതിയത്. പക്ഷെ പണി പാളിപ്പോയി. അടപടലം പെട്ടിരിക്കുകയാണ്. തെളിവുൾപ്പെടെ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. കത്തിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിനെ ഇനി എന്ത് പറഞ്ഞ് CPMകാർ പ്രതിരോധിക്കും?
എന്ത് ക്യാപ്സൂൾ നിങ്ങൾ ഇറക്കും? മെഴുകൽ അടങ്കൽ ഏറ്റെടുത്താൽ പോരും. അതും കൂടാതെ ഉറക്കം വളച്ചിരുന്ന് പ്രവർത്തകർ ക്യാപ്സൂൾ ഇറക്കിയാലും കാര്യമില്ല. കാരണം ഇത് നിങ്ങളുടെ മൂട്ടിൽ തന്നെ വന്ന് വീണ് പൊട്ടിയിരിക്കുകയാണ്. രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറി മാസങ്ങൾക്കകം തന്നെ മദ്യലോബികൾ സർക്കാരിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു എന്നാണ് പുറത്തുവരുന്ന രേഖകൾ വ്യക്തമാക്കുന്നത്. 2021 അന്നത്തെ എക്സൈസ് മന്ത്രിയായിരുന്ന MV ഗോവിന്ദന് ബെക്കാഡി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നേരിട്ടൊരു കത്തയച്ചിരുന്നു. വീര്യം കുറഞ്ഞ മദ്യം സ്ത്രീ സൗഹൃദമാണെന്നായിരുന്നു ബെക്കാഡി കമ്പനി തങ്ങളുടെ കത്തിൽ ന്യായീകരണമായി എഴുതിയിരുന്നത്. ഇത്തരം മദ്യങ്ങൾക്ക് കേരളത്തിൽ വിൽപ്പന അനുമതിയില്ലാത്തതിനാൽ വലിയ ഇവന്റുകൾ എല്ലാം തന്നെ ഗോവയിലേക്ക് മാറിപ്പോകുന്നുവെന്നും കത്തിൽ ബെക്കാഡി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ കത്ത് ലഭിച്ചതിന് പിന്നാലെയാണ് സംസ്ഥാനത്തെ മദ്യനയത്തിൽ അടിയന്തര മാറ്റങ്ങൾ വരുത്താൻ മന്ത്രി MV ഗോവിന്ദൻ ഫയലിൽ ഒപ്പിട്ട് അതിവേഗ നടപടികളിലേക്ക് കടന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് കൃത്യമായ നിർവചനം നൽകാനും അതിന്റെ വിപണനത്തിനും വിൽപ്പനയ്ക്കും നിയമപരമായ കെട്ടുപാടുകൾ ഒഴിവാക്കാനും ഗോവിന്ദൻ മാസ്റ്റർ ഉദ്യോഗസ്ഥർക്ക് നൽകിയ നിർദ്ദേശം ഫയൽ നോട്ടിൽ വളരെ വ്യക്തമാണെന്നാണ് പറയുന്നത്. ബെക്കാഡി ഇന്ത്യ, SDF ഇൻഡസ്ട്രീസ് എന്നിവ നൽകിയ അപേക്ഷകളും സമാനമായ മറ്റപേക്ഷകളും ഒരുമിച്ച് ചേർത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന് വ്യക്തമായ നിർവചനം നൽകി വിശദമായ റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കാനായിരുന്നു അന്ന് മന്ത്രി എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർക്കും നികുതി വകുപ്പ് സെക്രട്ടറിമാർക്കും നൽകിയ നിർദ്ദേശം. മദ്യക്കമ്പനികളുടെ അപേക്ഷകളിൽ അതിവേഗം തീർപ്പുണ്ടാക്കാൻ മന്ത്രി കാണിച്ച താൽപര്യമാണ് ഈ ഉത്തരവിലൂടെ ഇപ്പോൾ വെളിച്ചത്തായിരിക്കുന്നത്. ഇതേ പ്രതിപക്ഷം ഇപ്പോൾ സർക്കാരിനെതിരെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? അതായത് ബെക്കാഡി കമ്പനിയുമായി ഡീൽ ഉണ്ടാക്കാൻ സതീശൻ മണിക്കൂറുകൾ പോലും എടുത്തില്ല എന്നാണ്. ആ ഫയലുകൾ ശരവേഗത്തിൽ നീക്കിയെന്നാണ്. ഇവരുടെ കാലത്ത് ഇത് തന്നെയാണ് ഇവർ ചെയ്തത്. ഈ വിവാദ കത്തിടപാടുകൾക്ക് പിന്നാലെയാണ് LDF സർക്കാർ 2022-23 വർഷത്തെ മദ്യനയത്തിൽ വലിയ അഴിച്ചുപണി നടത്തിയത്. ഇതിന്റെ ഭാഗമായി 0.5% മുതൽ 20% വരെ മാത്രം ആൽക്കഹോൾ അടങ്ങിയ മദ്യവിഭാഗങ്ങൾ വിൽക്കുന്നതിനായി വിദേശ മദ്യ ചട്ടത്തിൽ ഭേദഗതി വരുത്തുകയും ചെയ്തു. രസകരമായ വസ്തുത, ഈ ഭേദഗതി വരുത്തിയത് തങ്ങളുടെ സർക്കാരാണെന്ന് MV ഗോവിന്ദൻ തന്നെ മുൻപ് നിയമസഭയിൽ ചോദ്യങ്ങൾക്ക് രേഖാമൂലം മറുപടി നൽകിയിട്ടുള്ളതാണ് എന്നതാണ്. അന്ന് വിപ്ലവകരമായ മാറ്റമെന്ന് തങ്ങൾ വിശേഷിപ്പിച്ച കാര്യത്തെയാണ് പിന്നീട് പുതിയ സർക്കാർ നികുതി പുതുക്കിയപ്പോൾ CPM അഴിമതി ആരോപണമായി ഉയർത്തിക്കൊണ്ടുവന്നത്. ഇത് പാർട്ടിയുടെ വലിയ രാഷ്ട്രീയ ഇരട്ടത്താപ്പാണ് തുറന്നു കാട്ടുന്നത്. CPMകാർ വലിയ പ്രതിരോധത്തിലേക്ക് വീണിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ഇനി എങ്ങനെ സർക്കാരിനെ നേരിടാൻ കഴിയും? ഇത് മാത്രമല്ല, സർക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പ്രതിപക്ഷം മറുപടി പറയേണ്ടി വരും. മുഖ്യമന്ത്രി VD സതീശനെയും പ്രമുഖ മദ്യനിർമ്മാണ കമ്പനിയായ ബെക്കാഡിയെയും ഒന്നിച്ചു ചേർത്ത് വലിയ തോതിലുള്ള സൈബർ രാഷ്ട്രീയ അപവാദ പ്രചരണങ്ങൾക്കായിരുന്നു CPM നേതൃത്വം നൽകിയത്. മുൻ എക്സൈസ് മന്ത്രി MB രാജേഷ് ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്ന് ഈ നികുതി ഇളവിന് പിന്നിൽ പ്രതിപക്ഷത്തിന് ബെക്കാഡി കമ്പനിയിൽ നിന്ന് എത്ര കോടി കിട്ടിയെന്ന് വ്യക്തമാക്കണമെന്ന് പരസ്യമായി വെല്ലുവിളിച്ചിരുന്നു. എന്നാൽ പുതിയ ഔദ്യോഗിക രേഖകൾ പുറത്തു വന്നതോടെ കളി പൂർണ്ണമായും മറിയുകയായിരുന്നു. മദ്യ കമ്പനിയുടെ ആവശ്യപ്രകാരം ഫയലുകൾ നീക്കിയതും ചട്ടങ്ങൾ തിരുത്തിയതും സ്വന്തം പാർട്ടി സെക്രട്ടറിയായ MV ഗോവിന്ദൻ തന്നെയാണെന്ന് തെളിഞ്ഞത് CPMനും MB രാജേഷിനും കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രതിപക്ഷത്തെ അടിക്കാൻ എടുത്ത ആയുധം ഒടുവിൽ LDFന് തന്നെ തിരിഞ്ഞു കൊത്തുന്ന കാഴ്ചയാണ് കേരള രാഷ്ട്രീയം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. അതായത് ബെക്കാഡി കമ്പനി തന്നെ നിർദ്ദേശിക്കുകയായിരുന്നു ഇതിൽ ചട്ടം ഭേദഗതിയൊക്കെ കൊണ്ടുവരുന്നതിന്. അവർ തന്നെ ഈ പറയുന്ന MV ഗോവിന്ദന് വഴികൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതെല്ലാം ചെയ്ത MV ഗോവിന്ദനാണ് ഭരണപക്ഷം സർക്കാർ ഇപ്പോൾ വലിയ അഴിമതി ബെക്കാഡിയുമായി ചേർന്ന് നടത്തുന്നു എന്ന് പറയുന്നത്. MV ഗോവിന്ദന്റെ ആ തൊലിക്കട്ടി സമ്മതിക്കണം. വാർത്താ സമ്മേളനത്തിൽ വന്നിരുന്ന എന്തോരം ഗീർവാണമടിയായിരുന്നു. ഈ മദ്യ കമ്പനിയുമായിട്ട് ഡീൽ ഉണ്ടാക്കാൻ MV ഗോവിന്ദൻ തുനിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, പിണറായി വിജയൻ പറഞ്ഞിട്ട്. പക്ഷേ ഈ വിഷയത്തിൽ പിണറായി വിജയൻ നൈസ കാലുവാരും, MV ഗോവിന്ദനെ കുടുക്കുകയും ചെയ്യും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും വജ്രായുധം AKG സെന്ററിലോട്ട് തന്നെ വന്ന് വീണിപ്പോൾ പൊട്ടിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.